നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനൊരു വ്യത്യസ്ത വീഡിയോ ആണ് ചെയ്യണത്. അതായത് നല്ല ഭംഗിയിൽ മേക്കപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആഭരണങ്ങൾ ധരിക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? പെണ്ണുങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്കൊക്കെ ഇഷ്ടമായിരിക്കും അല്ലേ? ആഭരണങ്ങൾ ഇടാനായിട്ട് നിറയെ വളയിടുക, മാലയിടുക, കമ്മലുകൾ മാറ്റി മാറ്റിയിടുക, അങ്ങനെ അലങ്കരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കുട്ടികളും സ്ത്രീകളും. എത്ര വയസ്സായാലും പ്രായമായാലും നമ്മളതൊക്കെ ധരിക്കും അല്ലേ? അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു അതിനെക്കുറിച്ച് കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു കേട്ടോ, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താലോ എന്ന്. എനിക്ക് ഇത് നല്ല ഇഷ്ടമാണ് കേട്ടോ, അലങ്കാരങ്ങൾ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ നോക്കൂ, മാലയിട്ട് കണ്ടില്ലേ? ഇപ്പോൾ പുതിയ കുറച്ച് മാലകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. കുറച്ച് മാലകൾ പഴയതുണ്ട് കേട്ടോ. ഈ മാല നമ്മൾ തിരുപ്പതിയിൽ പോയപ്പോൾ വാങ്ങിയതാട്ടോ. അതായത് പത്മാവതി അമ്മാവതി അമ്പലത്തിൻ്റെ അടുത്ത് പോയപ്പോൾ വാങ്ങിയതാണിത്. ഇത് കുറേ കാലം മുമ്പ് ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിത്തന്ന, ഗോപൻ വാങ്ങിത്തന്ന നല്ലൊരു പേളുമാലയാണ്. ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആഭരണങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വർണ്ണമൊന്നും അങ്ങനെ ധരിക്കാൻ പാടില്ല എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതാണല്ലോ കാരണം. സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വിലയാണല്ലോ, ഭയങ്കര വിലയാണ്. അതുകൊണ്ട് തന്നെ അത് സൂക്ഷിച്ചു വയ്ക്കാനും ധരിക്കാനും ഒക്കെ നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അറിയാലോ അല്ലേ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത് കുട്ടികളായാലും വലിയവരായാലും ആപത്തുകൾ വിളിച്ചു വരുത്തുന്ന ഒരു സാധനമാണ് ആ സാധനം ഇപ്പോൾ അല്ലേ? അതുകൊണ്ട് എല്ലാവരും കഴിയാവുന്നതും സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വയ്ക്കുക, വേണ്ടാന്ന് വയ്ക്കുക. അപ്പം തന്നെ കേരളത്തിലെ ഈ പ്രശ്നങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. നമ്മൾ പെണ്ണുങ്ങൾ തന്നെ തീരുമാനിക്കുക, ഞാനിനി സ്വർണ്ണാഭരണം ധരിക്കില്ല എന്ന്. കഴിയാവുന്നതും ധരിക്കാതിരിക്കുക. പിന്നെ അപ്പം ഞാൻ തീരുമാനിച്ചു, ഇനി ഇത്രയും വില കൂടിയ സ്ഥിതിക്ക് നമ്മൾ സ്വർണ്ണം അധികം ധരിക്കേണ്ട, നമുക്ക് ഈ ലക്ഷം രൂപയൊക്കെ ചിലവാക്കിയിട്ട് ആഭരണം ഇട്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ സൗന്ദര്യം ഇരിക്കുന്നത് നമ്മളുടെ സ്വഭാവത്തിലാണ്, അല്ലാതെ ആഭരണത്തിലോ മേക്കപ്പിലോ ഒന്നുമല്ല. നല്ല സ്വഭാവമാവുക, നല്ല വാക്കാവുക, നല്ല വാക്ക് സംസാരിക്കുക, നല്ല ശീലങ്ങൾ ആചരിക്കുക, ഇതൊക്കെയാണ് ആവശ്യം നമുക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും നമുക്ക് ആഭരണം വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് ആഭരണങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ മുമ്പുള്ളത് കുറേ കളക്ഷൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ കാണാനായിട്ട്? ആഭരണം കാണാൻ ഇഷ്ടമല്ലേ? അപ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. നോക്കൂ, ഇത് വള കേട്ടോ. ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഹൈദരാബാദിൽ പോയപ്പോൾ ജ്യോതി എനിക്ക് വാങ്ങിക്കൊണ്ടുവന്നത് കേട്ടോ. ജ്യോതി അമ്മയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഹൈദരാബാദിൽ പോയപ്പോൾ വാങ്ങിക്കൊണ്ടുവന്ന വളയാണ്. അടിപൊളി വള കണ്ടോ, എന്താ രണ്ട് കൈമ ഇടാം നമുക്ക്. അപ്പോൾ ഇത് നല്ല വളയല്ലേ, അടിപൊളി വള. വലിയ വിശേഷ അവസരങ്ങളിൽ മാത്രം ധരിച്ചാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ വല്ലപ്പോൾ മാത്രം, വല്ല അത്യാവശ്യ സ്ഥലത്തേക്ക് പോവുക, കല്യാണങ്ങളൊക്കെ വരണമെങ്കിൽ മാത്രം ഇടാറുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നോക്കൂ, കമ്മൽ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? പച്ച കളറുള്ള സാരി ഇടുമ്പോൾ, ചുരിദാർ ഇടുമ്പോൾ നമുക്ക് ധരിക്കാൻ പറ്റുന്ന കനം കുറഞ്ഞ ഒരു കമ്മലാണിത്. നമുക്കറിയാം ഇത് വില കുറഞ്ഞ ഫാഷൻ ഇയർ റിങ്. അധികം വിലയില്ല, ഒരു വില നിങ്ങൾക്കറിയാം, ഇതിൻ്റെ വിലയൊക്കെ അറിയാമല്ലോ അല്ലേ? മറന്നുപോയി, ഞാൻ കുറേ നാളെ വാങ്ങിയിട്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയപ്പോൾ വാങ്ങിയ വളയാണിത്. ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലാവട്ടെ വള. ഇങ്ങനത്തെ 2 വള വാങ്ങിച്ചിട്ടുണ്ട്. ഈ കൈമലിക്ക് ഒരെണ്ണം, ഈ കൈമലിക്ക് ഒരെണ്ണം. ഈ വള ഗുരുവായൂർ ഞാൻ കണ്ടിരുന്നു. അയ്യപ്പൻ നായർ എന്നുള്ള കടയില്ലേ, അയ്യപ്പൻ നായർ എന്നൊരു കടയുണ്ട് ഗുരുവായൂർ. നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ അവിടെയുണ്ട്. അവിടെ പക്ഷേ ഇതിൻ്റെ വില കൂടുതലാണ്. തമിഴ്നാട്ടിൽ ഇതിൻ്റെ വില കുറവാണ്. 2 എണ്ണത്തിന് 60 രൂപയുള്ളൂ. ഇവിടെ വില കൂടുതലല്ല കേട്ടോ. അത് മരമാണ്, മരം. 2 എണ്ണം ഉണ്ട് ഇവിടെ. അതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് ധരിക്കാൻ ഇത് സ്വർണ്ണമാണെന്ന് തോന്നും കണ്ടാൽ. സ്വർണ്ണമല്ല, ചെറിയൊരു നൂലിയും ചുറ്റിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിയതാണ്. ഇത് ഞങ്ങൾ കൊടൈക്കനാൽ പോയപ്പോൾ വാങ്ങിയതാട്ടോ. അത് കൊടൈക്കനാലിൽ പോയപ്പോൾ. പിന്നെ ഇതാ വേറെ കമ്മൽ, ഞങ്ങൾ തിരുവാതിരക്കളിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിച്ച കമ്മലാണ്. തിരുവാതിരക്കളി സ്പെഷ്യൽ കല്ല് വെച്ച കമ്മൽ. ഇത് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ സൂക്ഷിച്ച് എടുത്ത് വയ്ക്കുക. വൈറ്റ് കല്ല് തിളങ്ങും കേട്ടോ, അത് നല്ല ഭംഗിയാണ്.
കമ്മൽ. ഇത് വേറെ കമ്മൽ. നമുക്ക് ഈ പ്രാവശ്യം തിരുപ്പതിയൊക്കെ പോയപ്പോൾ എങ്ങനെയുണ്ട് ഈ കമ്മൽ? അടിപൊളിയല്ലേ? എനിക്കിതൊക്കെ വാങ്ങുന്നത് ഭയങ്കര ഹരാണ് കേട്ടോ. കണ്ടോ? ഞാൻ വാങ്ങും, ഞാനിടുമെന്ന് വെച്ചാൽ വേണമെങ്കിൽ ഇടാല്ലേ. അപ്പോൾ വ്യത്യസ്ത കളേഴ്സുള്ള ജിംക്കികൾ 1-2 അമ്മൂനും അനുവിനൊക്കെ കൊടുത്തു. ഇത് ബാക്കിയുള്ളതാണ്. ഇത് എനിക്ക് വേണമെങ്കിൽ ധരിക്കാം അല്ലേ? ഇഷ്ടമല്ലേ? കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ എൽസി ടീച്ചർ എനിക്ക് തന്നിട്ടുള്ള ഒരു പേളുമാലയാണ്. ഒരുപാട് പഴക്കമുള്ള സാധനം കേട്ടോ. അത് സ്വർണ്ണമെന്ന് വിചാരിക്കും കണ്ടാൽ, പക്ഷേ സ്വർണ്ണമല്ല ഇത്. കണ്ടോ? നമുക്ക് ഫങ്ഷനൊക്കെ ഉപയോഗിക്കാം. പിന്നെ നോക്കൂ, ഇത് ഹൈദരാബാദിൽ നിന്ന് വാങ്ങിയ മാലയാണ് കേട്ടോ. ഹൈദരാബാദിൽ നിന്ന്. ഇതിൻ്റെ വേറെ കളേഴ്സും ഉണ്ട് കേട്ടോ. ചുവപ്പുണ്ട്, പച്ചയുണ്ട്. പിന്നെ മറ്റൊരു മാല നോക്കൂ. ഇത് സ്വർണ്ണമെന്ന് വിചാരിക്കും കണ്ടാലേ, സ്വർണ്ണമൊന്നല്ല. ഇത് 250 രൂപയ്ക്ക് ഞാൻ ഗുരുവായൂരിൽ നിന്ന് വാങ്ങിയതാണ്. ഗുരുവായൂർ അയ്യപ്പൻ നായരുടെ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അടിപൊളിയല്ലേ? പവിഴാന്ന് വിചാരിക്കൂലേ കണ്ടാൽ? പിന്നെ ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ മാല, ഇസ്മാല ഉണ്ടാ, അതന്നെ. ഇത് ഇങ്ങനത്തെ കുറേ വാങ്ങി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗുരുവായൂരിൽ നിന്ന് വാങ്ങിയ മറ്റൊരു മാലയാണ് കേട്ടത്. ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് ഉണ്ട്. 150 രൂപ വില. ഇത് ഗുരുവായൂരിൽ നിന്ന് വാങ്ങിയ മാലയാണ്. 140 രൂപ. നിറം പോയിട്ടതിൻ്റെ. നീലമണി, ഇത് കരിമണി. ഇത് കുറേ പഴക്കമുള്ളതാട്ടോ. പക്ഷെ ഒരു മാല, നല്ല മാലയല്ലേ കരിമണി? അടിപൊളിയൊരു മാല. കണ്ട കണ്ട അങ്ങനെയുണ്ട്. ഇഷ്ടമായോ? നോക്കൂ, ഇത് നമ്മൾ കയ്യും വേണത് ഉണ്ടാ. ഈ വളയൊക്കെ ഊരി വയ്ക്കുമ്പോൾ നമുക്ക് ഇതിട്ടാൽ മതി കയ്യുമ്മ. എന്തിനാ വെറുതെ വളയൊക്കെ അല്ലേ? നോക്ക്, അടിപൊളി. പിന്നെ നോക്കൂ, ഇത് അടിപൊളിയല്ലേ? മാല വേറെ ഒരെണ്ണം, പച്ചമാല. പച്ചമാല, കറുപ്പമാല, ചുവപ്പമാല, വെള്ളമാല, നീലമാല, പിന്നെ വേറെ പവിഴമാല, വേറെ പവിഴമാല, വേറെ വെള്ളമാല, കറുത്തമാല, ഇനി ഞാൻ പറഞ്ഞല്ലോ വേറെ ചെറിയ കരിമണിമാല. ഇതൊക്കെ നമ്മൾ ഗുരുവായൂർ പോകുമ്പോഴേ അവിടുത്തെ കടകളിൽ പോയാൽ കിട്ടും. 150 രൂപ 140 രൂപയൊക്കെ വിലയുള്ളൂ. ഇതിട്ടാൽ പോലെ നമുക്ക്. എന്തിനാ വെറുതെ ഈ സ്വർണ്ണമൊക്കെ വാങ്ങിയിട്ട് നമ്മളിങ്ങനെ വെറുതെ ആപത്ത് വരുത്തേണ്ട ആവശ്യമില്ലല്ലോ. തിരുവാതിരക്കളിക്ക് വേണ്ടിയിട്ട് കുറേ മാല വാങ്ങിച്ചിട്ടുണ്ട്. ഇതാ ഒരു മാല.
അടിപൊളി മാലയല്ലേ? നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ഇതാ നേരത്തെ കാണിച്ചത് വെള്ളമാലയില്ലേ അതിൻ്റെ ഒപ്പം ഇതാ പച്ച ചുവപ്പ. എന്നിട്ട് വല്ല ദൂരയാത്രയ്ക്കൊക്കെ പോകുമ്പോഴേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധനം. തിരുവാതിരക്കളിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള മാല കാണിച്ചു തരാം. കണ്ടാൽ സ്വർണ്ണമല്ല നാർക്കിലും പറയാൻ പറ്റുമോ? നമ്മുടെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ചെപ്പിലിട്ടേക്കാൻ പോവാം കേട്ടോ. ചെപ്പിൽ ഇത് സ്വർണം പോലെ തന്നെ അല്ലേ? എമർജൻസിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്വർണ്ണമാലയാണ് കേട്ടോ. സ്വർണ്ണമല്ല, ഇതിന് 240 രൂപയ്ക്ക് ഞാൻ അയ്യപ്പൻ നായരുടെ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. 240 രൂപ. കളർ പോകും കുറച്ച് ചെറുമ്പോൾ കേട്ടോ. അപ്പം നമുക്ക് ആഗ്രഹത്തിന് ആഭരണങ്ങൾ ധരിക്കുകയും ചെയ്യാം, പേടിക്കും വേണ്ട, ധൈര്യമായിട്ട് ഇടാം കേട്ടോ. എപ്പോൾ വേണമെങ്കിലും ഇടാം. നല്ല ഭംഗിയുണ്ട് കളേഴ്സ്. ഓരോ ഡ്രസ്സിനും ഓരോ കളറ് വെച്ചിടുമ്പോൾ അതിൻ്റെ പ്രത്യേക ഭംഗിയല്ലേ? സെറ്റ് മുണ്ടൊക്കെ ചുറ്റുമ്പോൾ ഇത്, സെറ്റ് സാരി കിട്ടുമ്പോൾ അങ്ങനെ ഓരോന്നിനും ഓരോ കളേഴ്സ് എന്ത് ഭംഗിയായിരിക്കില്ലേ? ഇതൊന്നിച്ച് വാങ്ങിയതല്ല, പലവട്ടമായിട്ട് ഞാൻ ഓരോന്നോരോന്ന് വാങ്ങിയതാണ് കേട്ടോ. കുറേയൊക്കെ കേടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി പുതിയത് വാങ്ങണം. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വാങ്ങാം നമുക്ക്, അല്ലേ? ഇഷ്ടമായോ? പിന്നെ ഞാനിങ്ങനെ തിരുവാതിരക്കളിക്ക് വേണ്ടിയിട്ട് കുറച്ച് വള, സ്വർണ്ണവള പോലത്തെ വാങ്ങിയിരുന്നു. അതാണ് ഇത് കേട്ടോ. കളറൊക്കെ പോയി തുടങ്ങി. ഇതും നമുക്ക് അത്യാവശ്യമൊക്കെ നമ്മൾ വലിയ കല്യാണമൊക്കെ പോകുമ്പോഴൊക്കെ ഇടാതെ, അല്ലേ? അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അതായത് ആഗ്രഹത്തിന് ധരിക്കുക, പേടിക്കും വേണ്ട. കളറും ഭംഗി കൂടെ സ്വർണ്ണത്തിനേക്കാളും ഭംഗിയില്ല ഇതിനൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായോ വീഡിയോ? എങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ധൈര്യമായിട്ട് നടക്കാറോ നമുക്ക്, ധൈര്യമായിട്ട്. ഓക്കെ.